ഗ്രാമസഭാ യോഗങ്ങളിൽ ഗുരുതര കൃത്രിമം നടന്നതായി തെളിവ് സഹിതം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണവുമായി കാസർഗോഡ് സ്വദേശിയായ പൊതുപ്രവർത്തകൻ. തിരുവനന്തപുരം ജില്ലയിലെ കരുകുളം ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഗ്രാമസഭാ യോഗങ്ങളിൽ ഗുരുതര രേഖാ കൃത്രിമം, വ്യാജ ഹാജർ രേഖകൾ സൃഷ്ടിക്കൽ, നടപടിക്രമങ്ങളുടെ ലംഘനം തുടങ്ങിയവ നടന്നു എന്ന് തെളിവ് സഹിതം നൽകിയ പരാതിയിലാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ നടപടിയില്ലാത്തത്. തിരുവനന്തപുരം ജില്ലയിലെ കരുകുളം ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുത്ത് നടത്തിയ ആദ്യ ഗ്രാമസഭാ യോഗങ്ങളിൽ ഗുരുതര രേഖാകൃത്രിമങ്ങൾ, വ്യാജ ഹാജർ രേഖകൾ സൃഷ്ടിക്കൽ, നടപടിക്രമങ്ങളുടെ ലംഘനം തുടങ്ങിയ വിഷയങ്ങളിൽ നൽകിയ പരാതിയിൽ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ആക്ഷേപം. 2020 ഫെബ്രുവരി 21-ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് രഹസ്യ റിപ്പോർട്ടും തെളിവുകളും സമർപ്പിച്ചിട്ടും 3 മാസത്തിലേറെയായിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കാസർഗോഡ് സ്വദേശിയായ പൊതുപ്രവർത്തകൻ MV ശില്പരാജിൻ്റെ ആരോപണം. ഗ്രാമസഭാ രജിസ്റ്ററുകളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായും പൊതുരേഖകളിൽ കൃത്രിമം നടന്നതായും കാണിച്ച് നൽകിയ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തിയതായും ശില്പരാജ് പറഞ്ഞു. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണവും തുടർ നടപടികളും അസ്വാഭാവികമായി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഈ ഗ്രാമസഭകളിലൊക്കെ ഈ ഗ്രാമസഭ മിനിറ്റ്സുകളിൽ വ്യാജമായിട്ട് പേരേർക്കുകയും വ്യാജമായിട്ട് ഒപ്പ് രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വ്യാജമായ പേരുകളും ഒപ്പുകൾക്കും പുറമെ അജണ്ടകളോ തീരുമാനങ്ങളോ എഴുതിയിട്ടുണ്ടായിട്ടില്ല. അതുകൂടാതെ ഈ കള്ള ഒപ്പുകൾ പേരുകൾ ചേർക്കുന്നതിൻ്റെ വീഡിയോകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന വിജിലൻസിന്, സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വിജിലൻസ് ആൻഡ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് തിരുവനന്തപുരം ജോയിൻറ്റ് ഡയറക്ടർക്കും നിർദ്ദേശം കൊടുത്തു റിപ്പോർട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കൊടുത്തിട്ട് ഏകദേശം 3 മാസമായി. പക്ഷെ ഇന്നുവരെയായിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭാ സംവിധാനവുമായി ബന്ധപ്പെട്ട ഗുരുതര പരാതിയിൽ മാസങ്ങളായിട്ടും വ്യക്തമായ നടപടി ഉണ്ടാകാത്തത് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ശില്പരാജ് പറഞ്ഞു. സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും അന്വേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യണമെന്ന് ശില്പരാജ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.